ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എന്നൊരു സൈഡ് വൈസ് ആണ്, ഒരു സി ടെൻഡൻസിയുള്ള മാർക്കറ്റാണ് നിഫ്റ്റിയുടെ. തൽക്കാലം ഇപ്പോൾ സിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കാര്യമായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. നാളെ ഒരു സി റണ്ണ് മേ ബി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അല്ലെങ്കിൽ ഇതേ കൺസോൾട്ടേഷനിലേക്ക് തിരിച്ച് വീണ് ഇതേ ഒരു പോയിന്റിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ സെൻട്രൽ ഭാഗം, അവിടേക്ക് തിരിച്ച് വന്ന് പിന്നെയും കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് ഇത്രയും സ്ട്രഗിളാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിലത്തെ 2 സെൻസസിൽ 2. ടോട്ടൽ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ചെറിയ പ്രോഫിറ്റുകളും ചെറിയ ലോസുകളും 50-50 ചാൻസാണ് കേട്ടോ. ഇപ്പോൾ ഒരാളെൻ്റെ അടുത്തുനിന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കൊരു 50-50 ചാൻസാണ് ഒന്ന് മേ ബി ഒന്ന് ലോസിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റിൽ അവസാനിപ്പിക്കുക. അത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് പോലെ ഇരിക്കും. നിങ്ങളുടെ ട്രേഡ് എടുക്കുന്ന ടൈം അതൊക്കെ അവിടെ ചോദിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വന്ന ട്രേഡ് എന്താ ഫ്രീ ഗ്രൂപ്പിലിട്ട് ഫസ്റ്റ് ട്രേഡ് 15% പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ അടുത്ത ട്രേഡ് SLലേക്ക് പോയി. അങ്ങനെയാണ് വന്നേക്കണത്. ഒന്ന് ഇടവിട്ടിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈം അവിടെ ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിലപ്പോൾ SL വരുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അത് SL ആണ്. പിന്നെ ഇപ്പോൾ തിരിച്ച് കയറുമ്പോൾ നോക്കിയിരുന്നിട്ട് അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ SL ആണെങ്കിൽ അത് SL ആണ്. മനസ്സിലായില്ലേ? 50-50 ആണ് ചാൻസ്. ഇപ്പോൾ പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റില്ല എന്ന് പറയാനില്ല. പ്രോഫിറ്റ് വരുന്ന ട്രേഡ്സിന് മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് 50-50 ആണ് കേട്ടോ. ഇത് 24,550 P ആണ്. 24,550 P ഫസ്റ്റ് ട്രേഡ് ഇവിടെയാണ് വന്നത്. ഇതാണ് പൊസിഷൻ. പക്ഷേ ഈ ലൈനല്ല കേട്ടോ. അതായത് 82.20 എന്ന് പറഞ്ഞ പ്രൈസ് അല്ല, 99.20 എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിലാണ് ട്രേഡ് ആക്ടിവേഷൻ ആയി കാണുന്നത്. അടിയിലത്തെ പ്രൈസ് അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഉണ്ടായ സിനാരിയോ ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഈ ട്രേഡ് നേരെ തിരിച്ച് കയറിപ്പോയി. തിരിച്ച് കയറി പോകുമ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിൽ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കണ്ടിന്യൂ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഇവിടെ കയറി പോണത്. റെഡ് ക്യാൻഡിലുകളില്ല. റെഡ് ക്യാൻഡിൽ വന്നത് ഇവിടെയാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു SL ഹണ്ടിങ് ആണ്. ഇത്രയും ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ SLകൾ ഇവിടെ ഗ്രീൻ കാണോടുകൂടി നിങ്ങൾ പലരും റീറ്റെയിലേഴ്സൊക്കെ കയറി പോകും. അവരുടെ SLകളൊക്കെ ഹണ്ട് ചെയ്യാണ് ഈ 2 ക്യാൻഡിലോട് ചെയ്തത് നിഫ്റ്റി. ബേസിക്കലി നമ്മുടെ എൻട്രി വരുന്നത് 99.20 99.20 നമ്മൾ എങ്ങനെ എൻട്രി എടുക്കണം? ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം റെഡ് ക്യാൻഡിൽ ആ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം ഒരു ക്യാൻഡിൽ. അതിന് ശേഷം അടുത്ത ക്യാൻഡിൽ എൻട്രി ലിമിറ്റിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ SL നിങ്ങൾക്ക് എടുക്കാം. അതാണ് ഞാൻ പറയാറ്. അപ്പോൾ ഈ ട്രേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ, രണ്ടാമത്തെ റെഡ് ക്യാൻഡിൽ ഒറ്റയടിക്ക് വരെ ചെയ്ത് നിങ്ങൾക്ക് ഈ സംഭവം ലിമിറ്റിലൊന്നും കിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് അടിയിലേക്ക് വന്നു തിരിച്ച് കയറുന്ന സമയത്താണ് ലിമിറ്റിൽ കിട്ടുള്ളൂ. പക്ഷെ ഞാനവിടെ പറഞ്ഞത് ഈ SL സൈഡിലേക്ക് വരുന്ന നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം, പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ. അങ്ങനെ SL സൈഡിൽ നിന്ന് എൻട്രി എടുത്തവർക്കാണ് ഇതൊരു 20 പോയിന്റ് മിനിമം കിട്ടിയിട്ടുണ്ടാവണം. ഇതിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻട്രി എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ എൻട്രി എടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ ഇത്തിരി അടിയിലേക്കും വയ്ക്കാം. ഇവിടുന്ന് എൻട്രി എടുത്ത് നോക്കുമ്പോൾ ഇത്തിരി നല്ല പോയിൻ്റാണത്. 34 പോയിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എൻട്രി എടുത്ത് വരുമ്പോഴേക്ക് സമയം പിടിക്കും, അത്രയുള്ളൂ കാര്യം. അപ്പോൾ ചെയ്തിട്ട് കയറ്റി വെച്ചെന്ന് മാത്രം കേട്ടോ. പിന്നെ കിട്ടിയ റേഞ്ചാണ് 82.20. 82.20 എന്ന് പറഞ്ഞ പ്രൈസ് നമുക്ക് SL ആണ്. പക്ഷേ ഇത് 5 പോയിൻ്റ് SL ആണ് വന്നതാണിത്. എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഇത് എക്സിറ്റ് അടിക്കാൻ പറ്റില്ല. പക്ഷേ 10 മിനിറ്റ് നമുക്ക് ഹോൾഡിങ് ടൈം ഉള്ളത്. 10 ക്യാൻഡിൽ ഇത് 5 പോയിൻ്റ് വ്യത്യാസത്തിനാണ് നമുക്ക് ഇറങ്ങാൻ പറ്റണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5 പോയിൻ്റ് SL എന്ന് പറഞ്ഞു. 10 പോയിൻ്റ് SL ആണ് എല്ലാ ട്രേഡിലും വരിക. 10 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ലോസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫസ്റ്റ് റൈഡിൽ നിങ്ങൾ ഈ ഗ്രീൻ ക്യാനിൽ കണ്ട് കയറി പോകുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ബേസിക്കലി കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്ത് എടുക്കാമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. റെഡ് ക്യാനിൽ എന്തായാലും വരണം. ഇനി ഇൻ കേസ് നമ്മൾ ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്ത് നമ്മൾ കയറി പോവുകയാണ്, റിവേഴ്സൽ പോലെ കണ്ട് കയറി പോകാമെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക. ഇത് ചെറിയൊരു മൂവ്മെൻ്റ് അല്ല. ഇത് 99-132 ആയിട്ടുണ്ട്. അതായത് 32 പോയിൻറ്റിനും 33 പോയിൻറ്റിനും മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെയാണ് ആ റെഡ് ക്യാൻഡ് വലുത് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പിന്നെ വരുന്നത്. പിന്നെയുള്ളത് 24,650 ആണ്. 24,650 വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് നല്ലൊരു പ്രോഫിറ്റ് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ പറയണതിൽ കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രേഡ് ഇതാണ്. ഈ ഫസ്റ്റ് ട്രേഡാണ് 13.8 ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ്.
അവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയ ശേഷം ഈ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഗ്രീൻ ക്യാൻഡിൽസ് കഴിഞ്ഞ ശേഷം റെഡ് ക്യാൻഡിൽ ഞാൻ തന്ന ലെവൽസിൻ്റെ മുകളിൽ അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് പ്രൈസിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അടിയിലേക്ക് 1 രൂപ 2 രൂപ 3 രൂപ വ്യത്യാസം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എസ്സിൽ 10 പോയിൻ്റാണ്. നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് മുകളിൽ നിന്നൊക്കെ റെഡ് ക്യാൻഡിൽ കണ്ടിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അത് അഗ്രസീവ് എൻട്രി ആയിട്ട് മാറും. അവിടെ എസ്സിൽ ലിമിറ്റിൽ വന്നാൽ അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ക്യാൻഡിൽ അടിയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം എൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് റൈഡ് നമുക്കൊരു 13 പോയിൻറ്റ് പ്രോഫിറ്റാണ് വന്നത്. 1 വേയിലാണ് വന്നത്. മനസ്സിലായാൽ ഫസ്റ്റ് റൈഡ് എല്ലാവർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ സെയിം പ്രൈസ് റീ എൻട്രി ആണ് 2 വട്ടം വന്നത്. 2 വട്ടം എസ് തന്നെയാണ് കേട്ടോ, ഡയറക്റ്റ് എസ്സിലാണ്. 3ാമത്തെ വട്ടം ഒരു 21 പോയിൻറ്റ് വന്നു. അതാണ് 3ാമത്തെ റൈഡ്. 1 വേയിൽ 21 പോയിൻറ്റ്. ഇപ്പോൾ 3ാമത്തെ റൈഡ് എടുത്തോ, അതിനുശേഷം നിങ്ങളെടുത്ത ലോട്ടാണ് എന്നോടത്ത് ചോദ്യം. ഈ ട്രേഡിൽ നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകണം. ഒരു 32 പോയിൻ്റൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് 32 അല്ല, 44 പോയിൻറ്റിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ 44 പോയിൻറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാണ്, നിങ്ങളുടെ ഇരിക്കുന്ന ലോട്ടാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കോസ്റ്റ് ചോദിച്ച് ഇടും 10 പോയിൻറ്റ് പോയ ശേഷം. അപ്പോൾ തിരിച്ചു വന്ന് അത് കോസ്റ്റ് ചോദിച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോട്ടുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് കയ്യിൽ നിന്ന് ട്രേഡ് പോകും. മനസ്സിലായാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാല്. ഇനിയിപ്പോൾ അതിനെ 2 ലോട്ട് എടുക്കണമെന്ന് നോക്കി, 2 ലോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ചോദിച്ച് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 10-15 പോയിൻറ്റ് പോകണം നേരത്തെ ഒരു ലോട്ടിനെ വിൽക്കുക, അത് ഇവിടെ വിൽക്കുക. അതായത് ഇത്രയും കാൻഡിൽസ് മുകളിൽ പോയി ഒരു 15 പോയിൻ്റൊക്കെ ആയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ലോഡിന് അങ്ങോട്ട് വിൽക്കുക. ബാക്കി ഒരു ലോഡിന് എസ് എൽ തന്നെ വയ്ക്കുക. എസ് എൽ എത്രയാണ്, 132, എസ് എൽ 128 വരും. ആ എസ് എൽ തന്നെ ഒരു ലോഡിനെ വയ്ക്കുക. ബാക്കി മാർക്കറ്റ് തീരുമാനിക്കും. ആ ട്രേഡിന് കയ്യിൽ നിന്ന് പോലെയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോസ്റ്റിക്ക് വന്നാലും പ്രശ്നമില്ല, എസ് എൽ അടിക്കണ വരെ പ്രശ്നമില്ല. ബ്രോക്കറേജ് മാത്രമേ പോകണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും പറയാനുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പുതുമയൊന്നും ഈ പറഞ്ഞ കാര്യത്തിൽ എല്ലാ ദിവസവും വേണ കാര്യമാണ്. പക്ഷേ 2 ലോട്ട് എടുക്കണം നിങ്ങൾ, എന്നാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. 1 ലോട്ട് ഇട്ട ആൾക്കാർക്ക് ഈ സംഭവം ട്രേഡ് കയ്യിൽ നിന്ന് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20 പോയിൻറ്റ് പോയിട്ട് കോസ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല ആ കാര്യത്തിൽ. ഇങ്ങനെ ചെയ്താലൊക്കെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്താലാണ് എല്ലാ കാര്യമുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. 2 ലോട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല അതൊക്കെ ചെയ്യാൻ പറ്റില്ല. പിന്നെ 171 പറഞ്ഞ ലെവലുണ്ടാകും. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് വേണമെങ്കിൽ അവിടെ ട്രേഡ് എടുത്തവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ ട്രേഡ് നമുക്ക് കോസ്റ്റ് വേണ്ട. കറക്റ്റ് 10 മിനിറ്റിൽ കോസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എസ് എൽ കൊടുക്കേണ്ട ആവശ്യമില്ല, 1 രൂപ പോലും. കറക്റ്റ് കോസ്റ്റിന് എക്സിറ്റ് അടിക്കാൻ പറ്റും. ഇനി 171 എടുക്കുകയാണെങ്കിൽ തന്നെ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, എടുക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. പിന്നെ 80-500 P ആണ്. 80-500 P പക്ഷേ നേരത്തെ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇത്തിരി അടിയിൽ നിന്ന് എടുക്കുക. ഈ 2ാമത്തെ ലെവലിൽ ഞാൻ പിന്നെ കൊടുത്തതാണ്. 138 എന്ന് പറഞ്ഞ ലെവൽ പിന്നെ കൊടുത്താണ്. രാവിലെ കൊടുത്ത് 151 പറഞ്ഞ ലെവലാണ്. 151-ലാണ് ആക്ടിവേഷൻ നടന്നേക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ചെയ്ത പോലെ തന്നെയാണ്. നിഫ്റ്റി അവിടെ ഫസ്റ്റ് റൈഡ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് എവിടെയും ചെയ്തേക്കുന്നത്. എടുക്കണോണ്ട് പ്രശ്നമില്ല, അത് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. എസ് എൽ കറക്റ്റായിട്ട് വയ്ക്കാമെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. എടുക്കുമ്പോൾ ഇത്തിരി അടിയിൽ നിന്ന് എടുക്കുക, അത്രയുള്ള കാര്യം. വേറെ പ്രശ്നമൊന്നുമില്ല. എസ് എൽ ഹണ്ടിങ്ങൾ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇതൊരു 80 പോയിൻറ്റ് പോയിട്ടുള്ള ട്രേഡാണ്. പിന്നെ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല സെൻസസിൽ. 80-500 Pയിൽ ആ ഒരു 8 ട്രേഡുള്ളൂ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 80-600 ആണ്. 80-600 Cയിൽ ഫസ്റ്റ് ട്രേഡ് എസ് എല്ലാണ്, ഡയറക്റ്റ് എസ് എല്ലാണ് ഫസ്റ്റ് ട്രേഡ്. 2ാമത്തെ ട്രേഡ് ഡയറക്റ്റ് എസ് എൽ തന്നെയാണ്. പക്ഷേ എസ് എൽ സ്വൈപ്പ് ചെയ്തൊക്കെ അവിടെ നമ്മൾ 40 പോയിൻറ്റ് എസ് എൽ ഇടണത്. അപ്പോൾ എസ് എൽ സ്വൈപ്പ് ചെയ്ത് കയറിപ്പോയി. പിന്നെ അവിടെ ഒന്നും ചെയ്യാല്ലേ, നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. സ്വൈപ്പ് ചെയ്തിട്ട് അതൊരു 86 പോയിൻറ്റ് പോയി. പിന്നെയും തിരിച്ചിറങ്ങി പെട്ടെന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ ഒരു പിന്നെയും കണ്ടീഷൻ ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്തവരുണ്ടെങ്കിൽ പോയിൻ്റ് ആയി ഉണ്ടാവും. കറക്റ്റ് 462 600 വരെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ മൂവ്മെൻറ്റില്ലേ, ഇവിടെ വന്നിട്ട് തിരിച്ച് കയറി പെട്ടെന്ന് 600ക്ക് പോയി. ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. പക്ഷേ ആ ലെവൽസിൽ അങ്ങനെയൊക്കെ നടക്കുക. പക്ഷെ അത് നടക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ സെല്ല് പോയിട്ടായിരിക്കും ചിലപ്പോൾ കയറി പ്രോഫിറ്റ് ഉണ്ടാവുക. ചിലപ്പോൾ പിന്നെയും തിരിച്ചിറങ്ങിയിട്ടാവും ചിലപ്പോൾ ഈ പറഞ്ഞ മൂവ്മെൻറ്റ് വരുന്നുണ്ടാവുക. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ. അത് മാക്സിമം അവിടെ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇപ്പോൾ ഈ 600 എത്തിയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് കയറി പോകാമല്ലോ. പിന്നെയും കറക്റ്റായിട്ട് സെൻസസ് കൊണ്ട് ഈ 2 പ്രൈസിൻ്റെ ഇടയിൽ തന്നെയാണ് നിൽക്കണത്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. മനസ്സിലായാൽ കിട്ടേണ്ട പ്രോഫിറ്റ് 600 അതവിടെ കിട്ടി. റീറ്റെയിലേഴ്സിനോട് പ്രോഫിറ്റ് സെൻസസ് തന്നു.
പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനിയും തിരിച്ച് കയറുകയാണെങ്കിൽ റീ എൻട്രി എടുക്കുക. റീ എൻട്രി അല്ല, ഫസ്റ്റ് ഫ്രഷ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 എൻട്രി വരുന്നുള്ളൂ. അത് അളങ്ങാനും വരുമായിരിക്കും. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് ഒന്നല്ല, ഒരു പകുതി ആൾക്കാർക്ക് പ്രോഫിറ്റ്, പകുതി ആൾക്കാർക്ക് എസ് എൽ. എൻ്റെ ട്രേഡ് മാത്രം എടുക്കുന്നവരുടെ കാര്യം പറഞ്ഞത് കേട്ടോ. നിങ്ങൾ വേറെ സെഗ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ലോസാണ് പ്രോഫിറ്റാണെന്ന് എൻ്റെ അടുത്ത് പണ്ട് ഒരു കാര്യമില്ല. ഞാൻ തരാത്ത എന്തെങ്കിലും സാധനം എടുത്തിട്ട് ലോസായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാര്യം നിഫ്റ്റിക്ക് 164 പോയിൻറ്റിൻ്റെ പ്ലസ് ആണ് ഗ്യാപ്പ്. നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബേസിക്കലി എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുക എന്നുള്ള സെറ്റപ്പല്ല. അതാണ് അടുത്തൊരു മെയിൻ പ്രശ്നം. നിങ്ങൾ ഒരു ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ ഒരു ലോട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യിപ്പിക്കുന്ന ആളല്ല. 10 മിനിറ്റാണ് ഒരു ട്രേഡ് എടുത്ത ടൈം, അതിൻ്റെ ഉള്ളിലൊരു തീരുമാനമാണ് മാർക്കറ്റിന്മേൽ. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. 2 ലോട്ട് എടുത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ 2 ലോട്ട് എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇരിക്കാം, പ്രശ്നമില്ല. എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ട് ഇട്ടുന്ന ആൾക്കാർക്ക് എങ്ങനെയും നല്ലൊരു പ്രോഫിറ്റിക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണത്. ഈ ഒരു ലോട്ടുള്ള ആൾക്കാർ 2 ലോട്ട് ആയാലാണ് അവർക്ക് ഉപകാരമുള്ളൂ. അപ്പം അത് അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ. അതുകൊണ്ട് പ്രോഫിറ്റ് വരാത്ത പ്രശ്നമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഈസിയായിട്ട് പ്രോഫിറ്റൊക്കെ പറഞ്ഞു പോകാം. പക്ഷേ അവിടുത്തെ ഒരു കൺസേൺ അതാണ് വരുന്നത്. എല്ലാവരുടെ ഒരു ചിന്താഗതി നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ക്രൂഡ് ഓയിലത്തെ ട്രേഡ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ക്രൂഡ് ഓയിൽ പെർഫോം ചെയ്യില്ലെന്ന് അറിയില്ല. രാവിലെ എന്തായിരുന്നാലും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. മൂവ്മെൻ്റ് ഉള്ള ടൈമിൽ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കൊടുത്തേക്കണത്. ഇനിയിപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ പ്രോഫിറ്റ് വരും. ബിറ്റ് കോയിൻ കൊടുത്തിട്ടില്ല കേട്ടോ. ബിറ്റ് കോയിൻ കുറച്ച് ദിവസമായിട്ട് കൊടുത്തിട്ടില്ല. ബിറ്റ് കോയിൻ നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അത്ര കാര്യങ്ങളൊന്നും സംസാരിക്കുകയുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ ലേറ്റായി അപ്ഡേറ്റ് ചെയ്യാൻ ഗ്രൂപ്പിൽ. അത് എണീക്കുമ്പോൾ ഇത്തിരി ലേറ്റ് ആയതാണ്. അവിടെ ലേറ്റ് ആവാൻ കാരണം, വേറെ പ്രശ്നമല്ല. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നമ്മൾ ലെവൽസ് കൊടുക്കുന്ന പരിപാടി നിർത്തി. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലാണ് ലെവൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ആവാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിൽ തന്നെ ഈ പറഞ്ഞ ലെവൽസൊക്കെ നമുക്ക് കിട്ടും. സിയും പിയും അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കിട്ടും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.